ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ വെന്യൂ കാറിലൊരു ഡ്രൈവാണ്. നമുക്ക് ഈ ഡ്രൈവിൽ പോകുന്ന വഴിക്ക് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പോവാം. നമുക്ക് വണ്ടി ബ്രിഡ്ജിൽ തിരിക്കാം, ഇവിടെ നിർത്തി തിരിക്കാം. അവിടെ നിന്ന് എതിരെ വണ്ടി വരുന്നുണ്ട്, ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് ആദ്യം ഇവിടെ ഇട്ടങ്ങ് വണ്ടി തിരിക്കാം. അപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് കിട്ടി, നമുക്കങ്ങ് തിരിച്ചോടണം. വണ്ടിയൊക്കെ തിരിച്ച് നേരെ പെരുമാറുന്നു. തിരിച്ച് പോകാനുള്ള തിരിച്ച് വീട്ടിൽ പോകണം. ആനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പം നേരെ പെരുമാറ ടു വീട്. ചെറിയ വഴികളാണ് ഈ റോഡെല്ലാം, അത്യാവശ്യം സ്ലോയിൽ വേണം ഓടിക്കാൻ. ചെറിയ വഴിയാണ്. ഈ വണ്ടി ഡീസൽ വണ്ടിയാണ്. ഇതിൽ ഇത് ഹ്യുണ്ടായിയുടെ വെന്യൂ ആണ്. ഇതിൽ ചെറിയ ചെറിയ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം ക്രൂസ് കൺട്രോൾ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിമിറ്റ് കൺട്രോളും ഉണ്ട്. ഈ ലിമിറ്റ് കൺട്രോൾ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് സ്പീഡ് ഇതിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ക്രൂസായി, ഇപ്പം 32 സ്പീഡിൽ വണ്ടി ക്രൂസായി. തേർഡ് ഗിയറിൽ 32 സ്പീഡിൽ തന്നെ വണ്ടി പൊക്കോണ്ടിരിക്കുക. ആക്സിലറേറ്റർ കൊടുക്കണ്ട. 1.2 RPM ഓടും. ഇനി ഇതിനെ തന്നെ നമ്മളിത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതേ സ്പീഡ് ലിമിറ്റ് ആവും. 30 ലിമിറ്റ് ആയി കഴിഞ്ഞ് ഇനി വണ്ടി 30 സ്പീഡിന് മേളിൽ എങ്ങനെ ഓടിച്ചാലും കയറത്തില്ല. 30 സ്പീഡേ മാക്സിമം കയറത്തുള്ളൂ. അത് വലിയ ബെനിഫിറ്റാണ്. കാരണം ഞാൻ കൂടുതൽ ലോങ് ഓടുന്ന ആളാണ്, നല്ല ലോങ് പോകും. അപ്പം എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇച്ചിരി ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകുന്ന സ്പീഡിൽ തന്നെ പൊക്കോണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ആക്സിലറേറ്ററിൽ കാല് കൊടുക്കാതിരിക്കുമ്പോൾ, എപ്പോഴും കാല് കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. വണ്ടി നമ്മളെ കൺട്രോളിലല്ലാത്ത പോലെ ഒരു ഫീല് വരും. പക്ഷെ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കാം, ബ്രേക്ക് ചവിട്ടാം, പിന്നെയും കാല് കൊടുക്കാം. അപ്പോഴും ലിമിറ്റായിട്ട് തന്നെ നിൽക്കും. ലിമിറ്റ് കട്ടാവുന്നില്ല അവിടെ. മറ്റേ ക്രൂസ് അങ്ങനെയല്ല, ഓരോ തവണയും ബ്രേക്കോ ഇല്ലെങ്കിൽ ആക്സിലറേറ്റർ ഇതാക്കി കഴിയുമ്പോഴത്തേക്ക് ഗിയർ മാറിക്കഴിഞ്ഞാലും ക്രൂസ് കട്ടാവും. പക്ഷെ ലിമിറ്റിന് അങ്ങനെ ഇല്ല. ഇപ്പോൾ ഒരു 80-90 പിടിച്ച് ലിമിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ഓടിച്ചാലും 80-90 വണ്ടിക്ക് കിട്ടും. ആക്സിലറേറ്റർ ഫുൾ അങ്ങ് ത്രോട്ട് ചെയ്താൽ 80-90ക്ക് മേളിൽ പോകില്ല. അഥവാ നമ്മൾ ഉറങ്ങിപ്പോയാൽ പോലും ഡ്രൈവിങ്ങിൽ ആ ഒരു സ്പീഡിന് മേളിൽ കയറത്തില്ല. മാക്സിമം ആ ഒരു സ്പീഡ് വരത്തുള്ളൂ. എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രിസെറ്റ് സ്പീഡ്, ആ സ്പീഡിൽ നിൽക്കും. അത് വലിയ ബെനിഫിറ്റാണ്. ഇപ്പം ഞാൻ ഈ റോഡിൽ ഇനിയിപ്പോൾ ഞാൻ 37 സ്പീഡിൽ ഇപ്പോൾ ലോക്ക് ചെയ്തു. 37 സ്പീഡിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വണ്ടി 37 മേളിൽ പോകത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചു, ഗിയർ ഡൗൺ ചെയ്തു, സ്പീഡ് കുറയുന്നതല്ലാതെ സ്പീഡ് 37 മേളിൽ പോകത്തില്ല. 37 മേളിൽ പോകണമെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഇത് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് മേളിലത്തെ ബട്ടൺ ഇതാക്കി കഴിഞ്ഞാൽ സ്പീഡ് ഇപ്പം 40 ആയി, 41, 42 കാണുന്നുണ്ടോ, 43, 44 അങ്ങനെ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ക്രൂസിന് പക്ഷേ ലിമിറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ലിമിറ്റാണ്. കാര്യം ആക്സിലറേറ്റർ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം, എന്നാൽ അതിന് മേളിൽ പോകത്തുമില്ല. ആക്സിലറേറ്റർ വെച്ചിരുന്നാൽ മതി. ആക്സിലറേറ്റർ വെച്ചിരുന്നാൽ ആ സ്പീഡ് കീപ്പ് ചെയ്തു. ക്രൂസ് എന്തോ എനിക്ക് പേഴ്സണലി എനിക്ക് ക്രൂസിനോട് വലിയ താല്പര്യമില്ല. കാരണം ക്രൂസ് ഇച്ചിരി കംഫർട്ടാണ്. കാരണം നമ്മൾ ഇൻ കേസ് നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് എടുത്തു, പെട്ടെന്ന് ഈ പറഞ്ഞ കണക്ക് ബ്രേക്കോ ഇതില്ലെങ്കിൽ ചവിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ പോകുന്ന സ്പീഡിൽ ചെന്ന് മറ്റേ വണ്ടിയിൽ ഇടിച്ചു കളയും. പക്ഷേ ലിമിറ്റ് അങ്ങനെയല്ല. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ഓൾറെഡി സ്ലോ ഡൗൺ ആവും. മറ്റേതങ്ങനെയല്ല, പോകുന്ന സ്പീഡിൽ തന്നെ ബൈപ്പാസിലൊക്കെ ഒരു വണ്ടിക്ക് ഒരു ബ്രേക്ക് ഡൗൺ ആയി. ഫ്രണ്ടിലൊരു വണ്ടി ക്രൂസാണ്, ശ്രദ്ധ കുറഞ്ഞാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്സിഡൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. മറ്റേതങ്ങനെയല്ല, സ്പീഡ് കുറയും. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഓൾറെഡി അങ്ങ് സ്ലോ ഡൗൺ ആവുകയാണല്ലോ. അത് ലിമിറ്റിൻ്റെ, അത് ഹ്യുണ്ടായുടെ ഒരു അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. ഇത് ലിമിറ്റ് ഞാൻ അങ്ങനെ മിക്ക വണ്ടിയിലും കണ്ടിട്ടില്ല. ഈ വണ്ടിയിൽ ഹ്യുണ്ടായുടെ വണ്ടികളിൽ കാണുന്നുണ്ട്, മാരുതിയിലൊന്നും ഞാൻ ലിമിറ്റ് കണ്ടിട്ടില്ല, ലിമിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല ഫീച്ചറാണ് അത്. പിന്നെ വണ്ടി നല്ല രസമാണ് ഓടിക്കാൻ. ഡീസലായതുകൊണ്ട് പവർ ഓക്കെയാണ്, നല്ല പവറാണ്. നമ്മൾ ഈ 1.5 നല്ല പവറാണ്. ഈ ഡീസലിന് ക്രെറ്റയ്ക്കും വെന്യൂനും സെയിം എഞ്ചിനാണ് വരുന്നത്.
1.5 ഡീസൽ ഇപ്പം അങ്ങനെയാണ് ഇറങ്ങുന്നത്. മുമ്പ് വെർണ 1.6 ഡീസൽ ക്രെറ്റയും 1.6 ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴ് വെന്യൂ, ഡീസൽ, സെൽട്ടോസ് ഇതെല്ലാം ഒറ്റ എഞ്ചിനാണ്. എല്ലാം 1.5 എഞ്ചിനായിട്ട് ഒറ്റ എഞ്ചിനാണ് ഡീസലിന്. പെട്രോളിൽ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു വ്യൂ ആണിത്, നല്ല സീനറി ഉണ്ട്. സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സൺറൂഫൊക്കെ ഓപ്പൺ ആക്കി എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ആസ്വദിച്ച് വണ്ടി ഓടിക്കണം. ഞാൻ അങ്ങനെയാണ്. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് ഡ്രൈവ് ദ വെഹിക്കിൾ. എത്ര ലോങ് വേണമെങ്കിലും ഇരുന്നങ്ങ് ഓടിക്കണം. ആസ്വദിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ഇഷ്ടപ്പെടും. നമ്മൾ ചെയ്യുന്ന യാത്ര നമ്മൾ ആസ്വദിക്കണം. ഞാൻ ആസ്വദിക്കുന്നതിന് നിങ്ങളിലും കൂടെ ഷെയർ ചെയ്യുവാണ്. അതാണ് സത്യം. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് മെത്തേഡെന്ന്. സിമ്പിൾ മെത്തേഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് മെത്തേഡിൽ ക്ലച്ചൊക്കെ 1,30,000-40,000 കിലോമീറ്റർ വരെയൊക്കെ നോർമലി പോകാം. കാരണം അതിന് മേളിൽ കിലോമീറ്റർ എൻ്റെ വണ്ടികളിൽ മിക്ക വണ്ടിയും ആയിട്ടില്ല. കാരണം ഓരോ വണ്ടിയും 1.30, 1.40 വരെയാണ്. ക്ലച്ചൊന്നും ഇതുവരെ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഒരു വണ്ടി 1.60 വരെ ഓടിയ ഒരു വണ്ടിയുണ്ട്, അതും ക്ലച്ച് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ക്ലച്ച് കരിച്ചിട്ടൊന്നും ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കലില്ല, ക്ലച്ചൊന്നും കത്തിച്ചിട്ട്. ഈ വണ്ടി ഇപ്പം 35,500 കിലോമീറ്റർ അടുപ്പിച്ച് ആവാറായി. 35,483 ആയി ഈ വണ്ടി. ഇതിപ്പം 10 മാസമായി ഞാൻ പർച്ചേസ് എടുത്തിട്ട്. 10-11 മാസമായി. ഡീസലാണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. SX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഹ്യുണ്ടായുടെ വെന്യൂ. SX ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ. ഡീസൽ ആയതുകൊണ്ട് അപ്പോൺ റിക്വസ്റ്റ് ആണ് വണ്ടി എടുത്തത്. കാര്യം ഷോറൂമിലൊന്നും ടെസ്റ്റ് ഡ്രൈവിനൊന്നും വണ്ടി ഇല്ല, ഡീസൽ വണ്ടി ഇല്ല. പിന്നെ നമുക്ക് ഡീസൽ വണ്ടിയെ നമുക്ക് മുതലാകത്തുള്ളൂ. നമുക്ക് നല്ല ഓട്ടോ എപ്പോഴും ട്രാവലിംഗ് ആയതുകൊണ്ട് ഡീസല് നമുക്ക് യൂസ് ആയിട്ടുള്ളൂ. പെട്രോൾ വണ്ടി നല്ലതാണ്, പക്ഷേ എനിക്ക് എപ്പോഴും ഉപയോഗമാണ്. അങ്ങനെ ഫ്രീക്വൻ്റ്ലി ഞാൻ യൂസേജാണ്. അപ്പം പിന്നെ ഒരു ദിവസം ഓടിച്ച് 2 ദിവസം ഒതുക്കിയിട്ട് അങ്ങനെയല്ല, എല്ലാ ദിവസവും ഓടും. എങ്ങനെ പോലും പെർ ഡേ 200 കിലോമീറ്റേഴ്സിന് എബോവ് ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇന്നത്തെ ഇപ്പോൾ റീഫ്യൂലിന് ശേഷം 177 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ഇന്നലെ രാത്രി റീഫ്യൂൽ ചെയ്തതാണ്. ഇപ്പോഴും 177 കിലോമീറ്റർ ഇപ്പോഴും തന്നെ ഓടിച്ചു. ഇപ്പോൾ ഇന്ന് രാത്രിയും കൂടെ ആകുമ്പോൾ പിന്നെയും 200 പുറത്താവും ഇത്. ഇതിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ലിമിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്, പിന്നെ ആഡ് ബ്ലൂ ഉണ്ട്. ഓൾറെഡി ഡീസൽ വണ്ടി ആയതുകൊണ്ട് മറ്റേ പൊല്യൂഷൻ്റെ എമിഷൻ പ്രോബ്ലത്തിൻ്റെ ഉള്ളതുകൊണ്ട് ആഡ് ബ്ലൂ വരുന്നുണ്ട്, യൂറിയയുടേത്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, സ്പീക്കർ കാര്യങ്ങൾ, ഓട്ടോ ക്ലൈമറ്റ് AC, വയർലെസ് ചാർജർ, സൺറൂഫ്. പിന്നെ വണ്ടി പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രങ്ക് ഓപ്പൺ, ലോക്ക്, അൺലോക്ക്. ഇത്രയാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഡീസൻറ്റ് കീ ആണ്, സ്റ്റാൻഡേർഡ് ഒരു കീ ആണ് വരുന്നത്. പിന്നെ സ്പീക്കർ വിത്ത് ട്വീറ്ററാണ്, ട്വീറ്ററുണ്ട് സ്പീക്കർ. പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സൺറൂഫാണ് എനിക്ക് ഇഷ്ടം, ഹൈലൈറ്റ് സൺറൂഫാണ്. കാരണം ബഡ്ജറ്റിൽ അത്യാവശ്യം ഒരു ഡീസൻ്റായ സൈസിനൊരു സൺറൂഫ് തരുന്നുണ്ട് വണ്ടി. പിന്നെ ഹ്യുണ്ടായി ഇപ്പോൾ ഓൾറെഡി വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വന്നിട്ട്, ഹ്യുണ്ടായിയുടെ പ്രൊവൈഡ് വരുന്നത് ഇതിലിപ്പം SOT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. SOT, ഷീൽഡ് ഓഫ് ട്രസ്റ്റ്. അതെടുത്തു കഴിഞ്ഞാൽ 60,000 കിലോമീറ്റർ വരെ നമുക്ക് വെയർ ആൻഡ് ടയർ, ബ്രേക്ക് പാഡ്, സസ്പെൻഷൻ ബുഷസ്, മൗണ്ട്സ്, പിന്നെ ഈ വൈപ്പർ ബ്ലേഡ്, തേയ്മാനം വരുന്ന മിക്ക സാധനങ്ങളും അതിൽ കിട്ടും. പിന്നെ ECM, BCM അതെല്ലാം ഓൾറെഡി 60,000 കിലോമീറ്റർ വരെ അതിൽ വരുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ്.
പിന്നെ വാറൻറ്റി ഡീസൽ വണ്ടിക്ക് 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം എന്ന് പറയുന്ന എക്സ്റ്റൻഡഡ് വാറൻറ്റി ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. അതും ഇത് ഈ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ വരെ വണ്ടിയുടെ ഇതിൽ നമ്മളൊന്നിലും ടെൻഷൻ ആവണ്ട. ഈവൻ ക്ലച്ച് പോലും ഷീൽഡ് ഓഫ് ട്രസ്റ്റിൽ മാറ്റി കിട്ടും. അതാണ് ഹ്യുണ്ടായുടെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എൻ്റെ വണ്ടികളെല്ലാം പ്രിഫേർഡ് ഹ്യുണ്ടായാണ്. കാര്യം ലോ മെയിൻ്റനൻസും ആണ്, വലിയ മെയിൻ്റനൻസും വരുന്നില്ല. പിന്നെ കമ്പനിയും ഓൾറെഡി നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. ഹ്യുണ്ടായുടെ സർവീസ് സെൻ്റർ നല്ല സഹകരണമാണ് ഞാനുമായിട്ട്. ഒരുപാട് വണ്ടി അവരുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഞാനുമായിട്ട് നല്ല സഹകരണമാണ്. ഇതുവരെ അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ടാകുന്ന രീതിയിൽ എനിക്ക് സർവീസ് ചെയ്ത് തന്നിട്ടില്ല. വണ്ടി നീറ്റായിട്ടാണ് ചെയ്തു തരുന്നത്. എപ്പോഴും എന്നെടുത്തിട്ടോ തിരിച്ച് അതേ കണക്ക് വൃത്തിയായിട്ട് കൊണ്ടുതരും. പറയുന്ന പണിയെല്ലാം ചെയ്തു തരും മെക്കാനിക്സ്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത വണ്ടി എടുത്തപ്പോഴും ഞാൻ ഹ്യുണ്ടായുടെ തന്നെ എടുത്തത്. കാരണം നമ്മൾ വണ്ടി ഓടിക്കാനല്ലേ എടുക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് സർവീസ് സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം. കാരണം സർവീസ് സെൻറ്ററിൽ കിടന്ന് മുഷിയാൻ പറ്റത്തില്ല. വണ്ടി എടുത്തിട്ട് സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ കിടന്ന് ബഹളമാക്കാനോ കാര്യത്തിനോ സമയമില്ല. അതുകൊണ്ട് ഇവരുമായിട്ട് അത്യാവശ്യം ഡീസൻ്റാണ്. ഇവർ എന്നോടും ഡീസൻ്റാണ്, ഞാൻ അവരോടും ഡീസൻ്റാണ്. അപ്പം ഓക്കെയാണ്. ഞാൻ ഇതിൽ സോങ് ഇടണമെന്നുണ്ട്, പക്ഷെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും. അപ്പോൾ എനിക്കത് കോപ്പി റൈറ്റിൻ്റെത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ധാരണ ഒന്നും യൂട്യൂബിനെ പറ്റിയില്ല. കോപ്പി റൈറ്റ് വന്നാൽ എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ സോങ് ഇടാത്തത്. കാര്യം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് പിന്നെ സോങ് ഇട്ടാൽ സംസാരം പിന്നെ കട്ടായി പോകും. ഈ ഏരിയ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സ്പീഡ് ലിമിറ്റ് ഇവിടെ വരുന്നത് 60 ആണ്. 65 വരെ പോവാം, ബാറിങ് 65. അപ്പോൾ ഇച്ചിരി ചെറിയ വഴിയാണ്, ഒത്തിരി വാഹനം ഓടുന്ന റോഡുമാണ്, റെസിഡൻസ് ലൈനുമാണ്. അപ്പം നോക്കി ഓടിച്ചില്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങി വരും, ബുദ്ധിമുട്ടായിട്ട്. പുത്തൻതോപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. പുത്തൻതോപ്പ് നമ്മുടെ കേരളത്തിൻ്റെ നേച്ചർ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, കിടിലമാണ്. കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിൽക്കാനേ തോന്നത്തുള്ളൂ. വേറെ ഒരു രാജ്യത്തോട്ട് പോകാനും നമുക്ക് തോന്നത്തില്ല. ഇഷ്ടപ്പെടണം. ഓരോരുത്തരുടെ ഓരോ ഇതാണ്. എനിക്കെന്തോ നാടിനോട് ഭയങ്കര ഇഷ്ടമാണ്, നാട്ടിൽ നിൽക്കാനായാലും എല്ലാം. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നാട്ടിലെ ജോലി സാധ്യതകളുടെ കുറവും വരുമാനത്തിൻ്റെ കുറവും കൊണ്ടാണ് പുറം രാജ്യത്തോട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷമാണെങ്കിൽ നാട്ടിൽ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കണക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യം. പക്ഷേ ജോലി സാധ്യത കുറവും സാലറിയുടെ കുറവും കൊണ്ടാണ് എല്ലാവരും പുറത്തോട്ട് നോക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ പഠിച്ച ഫീൽഡൊക്കെ നാട്ടിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള സാലറി നമുക്ക് നാട്ടിൽ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഓപ്പർച്യൂണിറ്റീസും കുറവാണ്, സാലറിയും കുറവാണ്. പക്ഷെ പ്രകൃതി ഭംഗി അടിപൊളിയാണ്. ഇത് കളഞ്ഞിട്ട് പോകാനാണ് മനസ്സ് അനുവദിക്കാത്തത്. എനിക്കും പുറത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നേച്ചറിൻ്റെ എനിക്ക് ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെടിയും ഈ എന്താ പറയുക, ഒരു ഫുൾ എൻവിറോൺമെൻറ്റ് വൈബ്. അത് പുറത്തൊന്നും കിട്ടുന്നില്ല. പുറത്തെല്ലാം ഈ പറഞ്ഞ കണക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്ത് ഓക്കെയാണ്, ഇല്ല എന്നല്ല. പക്ഷേ ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറയത്തില്ല ഇൻബിൽട്ടായിട്ട് നേച്ചറിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊന്നും വിട്ടിട്ട് പോകാനും തോന്നുന്നില്ല. നല്ല ക്ലൈമറ്റാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇപ്പം ടെമ്പറേച്ചർ വരുന്നത് 28 ഡിഗ്രിയാണ്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്
ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒഴിവാക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിലെല്ലാം അതിനനുസരിച്ച് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ.